بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ അധ്യക്ഷൻ റഹ്മാൻ സാഹിബ്, ഈ വേദിയിൽ നടത്ത പ്രഭാഷണം നിർവഹിച്ച ഹബീബ് റഹ്മാൻ കീശേരി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രശസ്തിയാർജിച്ച ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ പല രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വിമർശകരുണ്ട്, അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, അതിൻ്റെ അനുയായികളുണ്ട്, അതിനെ ഗുണകാംക്ഷാപൂർവം നോക്കിക്കാണുന്ന ആളുകളുണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിൽ വ്യത്യാസവുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പല രീതിയിൽ, പല ഭാഗങ്ങളിൽ നിന്ന്, പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദിനം ദിനേന പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമി എന്ന് കേൾക്കാത്ത ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളിൽ നിലപാടുകൾ, രാഷ്ട്രവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുദ്രാവാക്യങ്ങൾ, ക്യാപ്ഷനുകൾ, പ്രമേയങ്ങൾ, പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ എല്ലാം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണോ? കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ മതസംഘടനകൾ നിർവഹിക്കുന്ന എല്ലാ പരിപാടിയും ജമാഅത്തെ ഇസ്ലാമിയും നടത്താറുണ്ട്. നൂറുകണക്കിന് പള്ളികൾ പരിപാലിക്കുന്നു, മദ്രസകൾ നടത്തുന്നു, ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തുന്നു, മതപ്രഭാഷണ പരമ്പരകൾ നടത്തുന്നു, മതപ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ മതസംഘടനകൾ മതം എന്ന് കോളത്തിൽ എഴുതി നടത്തുന്ന എന്തൊക്കെ ആക്ടിവിസങ്ങളുണ്ടോ, എന്തൊക്കെ ആഖ്യാനങ്ങളുണ്ടോ, അതെല്ലാം വളരെ വൃത്തിയിലും വെടിപ്പിലും കേരളത്തിന്റെ ഭൂമികയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമി പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതിന് കാഴ്ചപ്പാടുകളുണ്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിലപാടുകളുണ്ട്. പരിസ്ഥിതിയെക്കുറിച്ച് അതിൻ്റെ യുവജന സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ തുടക്കത്തിൽ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിന്റെ ക്യാപ്ഷൻ തന്നെ മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിനൊരു തിരുത്തു എന്ന മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം പ്രകൃതിയെക്കുറിച്ചും ഇവിടത്തെ മണ്ണിനെക്കുറിച്ചും മലകളെക്കുറിച്ചും ഇവിടത്തെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും അങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ചും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പറയാനുണ്ട് എന്ന ബോധം കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു ഗ്രീൻ പൊളിറ്റിക്സ് അല്ല, ഒരു പരിസ്ഥിതി രാഷ്ട്രീയ മൂവ്മെന്റ് അല്ല. ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ സാമൂഹ്യ സന്നദ്ധ സേവന സംഘമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഏത് സാമൂഹ്യ സന്നദ്ധ സേവന സംഘങ്ങളും നിർവഹിക്കുന്ന, പ്രവർത്തിക്കുന്ന സേവന പ്രവർത്തന മേഖലകളെക്കാൾ വിപുലമായ
മേഖലകളിൽ സേവനത്തിന്റെ പടപ്പാട്ട് പാടിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിൽ വിഷൻ പോലെയുള്ള മഹത്തായ പ്രൊജക്ടുകൾ, അതുപോലെ തന്നെ കേരളത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ, പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനരധിവസിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിന്ന പ്രസ്ഥാനമാണ്. അതുപോലെ അവർക്ക് വേണ്ടി പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഗ്രാമീൺ ദോസ്തി എന്ന് പറയുന്ന ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമങ്ങളെ ദത്തെടുത്ത് ഗ്രാമങ്ങളെ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ ഒരു ബൃഹത്തായ സേവന പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കിയ പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ സംഘത്തിനും ഒരു മത സംഘടനക്കും അതുപോലെ തന്നെ ഏതൊരു സംഘടനക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലപ്പുറമായ ഒരു സേവന പാതയുടെ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു സാമൂഹ്യ സേവന സന്നദ്ധ സംഘമല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്താണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സാമ്പത്തിക കാര്യങ്ങളും വ്യവഹാരങ്ങളും ബദൽ സാമ്പത്തികവും പരിചയപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രമാണോ, ആശയമാണോ മുന്നോട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, പലിശക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ക്യാമ്പയിൻ അനൗൺസ് ചെയ്ത പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. അങ്ങനെ പലിശക്കെതിരെ ഒരു ഭാഗത്ത് മതപരമായ ഉത്ബോധനങ്ങൾ നടത്തി അവസാനിപ്പിക്കാതെ പലിശരഹിത മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ ഇന്ത്യയിലൊട്ടാകെ 10,000-കണക്കിന് മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. നമ്മുടെ നാടുകളിൽ, ഉൾനാടുകളിൽ വരെ വട്ടിപ്പലിശക്കും ബ്ലേഡ് പലിശക്കുമൊക്കെ വിധേയമായി അവസാനം ആത്മഹത്യയിലെത്തുന്ന, ഇരിക്കക്കൂര വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരായി പലിശരഹിത സംവിധാനങ്ങളെ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു സാമ്പത്തിക വ്യവഹാരങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ബദൽ സാമ്പത്തിക വ്യവസ്ഥകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്താണ്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിന്റെ തന്നെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിന്റെ എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം ദൈവികമാണ് എന്നതാണ്. ഇലാഹിയാണെന്നതിന്റെ സവിശേഷതയാണ്. ദൈവികമായ സവിശേഷത ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. മറുഭാഗത്ത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മതപരമെന്നും ആത്മീയപരെന്നും പേരിട്ട് വിളിക്കുന്ന മതങ്ങളോ മത ചിഹ്നങ്ങളോ പേറുന്ന മതസംഘങ്ങൾ, ആത്മീയ സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദൈവികമായ, ഇസ്ലാം എന്ന് പറയുന്ന ദൈവികമായ ഈ സവിശേഷമായ ആദർശം എന്ന് പറയുന്നത് മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ ആദർശം അത് ഇസ്ലാം മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചം സ്വീകരിച്ച ആദർശം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ദൈവികമാണ്. ദൈവികമായ പ്രത്യയശാസ്ത്രമാണ് മനുഷ്യന്റെ പരിമിതികളെയും മനുഷ്യന്റെ മേന്മകളെയും സമഗ്രമായി ഉൾക്കൊള്ളാൻ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അത് സമഗ്രമാണ് എന്നതാണ്. ഇലാഹിയായ ഒരു പ്രത്യയശാസ്ത്രം, ഭൗതിക മനുഷ്യ നിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നമുക്ക് പരിചയമുള്ളതാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ വിടർന്ന് പന്തലിക്കുകയും കൂമ്പടിക്കുകയും ചെയ്ത ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കമ്മ്യൂണിസം അതിലൊരു പ്രത്യയശാസ്ത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ നല്ല ഒരു നാളേക്ക് വേണ്ടി പ്രയത്നിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സംഘം ആളുകളെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ തൊഴിലാളി വർഗ രാജ്യത്തിന്റെ ഒരു ആധിപത്യത്തിന്റെ പകരമായി ഒരു സമഗ്രാധിപത്യ പ്രവണതയുടെ രാജ്യങ്ങൾ ലോകത്തിനത് സംഭാവന ചെയ്യുകയാണ്. 40 രാജ്യങ്ങളുടെ അഫിലിയേഷനായ സോവിയറ്റ് യൂണിയൻ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ ഒരു യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗ സമൂഹത്തിന്റെ ഏറ്റവും ഫേവറായ ഒരു സംവിധാനമാണെന്ന് ചോദിച്ചാൽ
അല്ല എന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു പുരോഗതിയും ലോകത്തത് സംഭാവന ചെയ്തില്ല. അത് ലോകത്ത് മനുഷ്യവിരുദ്ധമായി നിലകൊള്ളുകയും വളരെ വേഗത്തിൽ തകരുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ സോവിയറ്റ് യൂണിയൻ തകർന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിസത്തെ ജയ് വിളിക്കുകയും സിന്ദാബാദ് വിളിക്കുകയും അതിനുവേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്ത ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി സ്വീകരിച്ച ജനസമൂഹങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ ദൈവികവും മനുഷ്യനിർമ്മിതവുമായ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ലോകത്ത് ചൂഷണമുക്തമായ അല്ലെങ്കിൽ വിമോചനപരത ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഭൗതിക പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസമാണല്ലോ, കമ്മ്യൂണിസത്തിന്റെ ഭാഷയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്ത് അതിചൂഷണത്തിന് വിധേയമായ അല്ലെങ്കിൽ ലോകത്ത് യൂറോപ്പിന്റെ കോളനിയായി ജീവിച്ച ആളുകൾ അവരൊന്നും കമ്മ്യൂണിസത്തെ സ്വീകരിച്ചില്ല. പലരും പുറംകാല് കൊണ്ട് തട്ടിത്തെറുപ്പിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആദർശം ലോകത്ത് എങ്ങനെ തകർന്നു എന്ന് ചോദിച്ചാൽ അത് തകരാനുള്ള കാരണം അതിൻ്റെ ഭൗതിക പ്രത്യയശാസ്ത്രം എന്നതും മനുഷ്യനിർമ്മിതമാണ് എന്ന അടിസ്ഥാനമാണ് അതിൻ്റെ തകർച്ചയ്ക്ക് വേഗം കൂട്ടിയത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. മറ്റൊന്ന്, ഇസ്ലാമിൻ്റെ സവിശേഷത അത് സമ്പൂർണവും സമഗ്രവുമാണ് എന്നതാണ്. മനുഷ്യ ജീവിതത്തെ അത് 360 പെർസ്പെക്റ്റീവിലാണ് ഇസ്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയെയും അത് ആമൂലാഗ്രം അത് ഗ്രസിച്ച നിയമങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ശാസനകളുണ്ട്, നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ ഭൗതികവും കുടുംബപരവും വ്യക്തിപരവും ആത്മീയവുമായ ഏതൊക്കെ മേഖലകളാണോ ഒരു മനുഷ്യൻ ഇടപെടുന്നത്, ഒരു മനുഷ്യ വ്യവഹാരങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത്, അവിടെയെല്ലാം ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അതിൽ പ്രത്യേകമായി കാഴ്ചപ്പാടുകൾ രൂപീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് ദൈവികമാണ്, അത് ഇലാഹിയായ ഒരു ആദർശമാണ്. ആ ആദർശത്തിന്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ ജീവിത വീക്ഷണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പ്രബോധനം ചെയ്ത ആശയത്തിന്റെ പ്രത്യേകതകൾ അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത സമഗ്രത ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് ഒഴിയാൻ കഴിയാത്ത സമഗ്രത ഇസ്ലാമിന്റെ നിർവചനത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സമഗ്രതയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. മറ്റൊരു ഇസ്ലാമിന്റെ സവിശേഷത എന്ന് പറയുന്നത് അത് സന്തുലിതമാണ് എന്നതാണ്. അതില് യഥാർത്ഥത്തിൽ നമുക്കറിയാം, ആത്മീയ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയമായ കാര്യങ്ങളിൽ, സാമൂഹ്യമായ കാര്യങ്ങളിൽ എല്ലാം അതൊരു ബാലൻസായ നിർദ്ദേശം ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളർ, ഒരു വർണ്ണം എന്ന് പറയുന്നത് ഈ സന്തുലിതത്വമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അവിടത്തേക്ക് എറിയാൻ കല്ല് എടുത്തു കൊടുത്തത്, ജംറയിൽ എറിയാനുള്ള കല്ലെടുത്തു കൊടുത്തത് ശിഷ്യനും ബന്ധുവുമായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഞാൻ എടുത്തു കൊടുത്ത കല്ല് ചെറുതായി പോയോ എന്ന് തോന്നുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാൻ, നബിയെ കല്ല് ചെറുതായോ എന്ന് ചോദിച്ചപ്പോൾ നബി അതിന് പറഞ്ഞ മറുപടി, ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങൾ ദീനിൽ അതിരുകവിയരുത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെ കുറിച്ച് പഠിക്കാൻ പ്രവാചകന്റെ വീട്ടിലേക്ക് എത്തിയ സഹാബികൾ 3 മനുഷ്യർ, അവർ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് പ്രവാചകൻ നടത്തുന്ന കർമ്മങ്ങൾ പ്രവാചകനത് മതി, നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരാൾ പറയുന്നത് രാത്രി മുഴുവൻ എനിക്ക് നമസ്കാരമാണ്, ഇനി ഉറക്കില്ല എന്നാണ്. ഒരാൾ പറയുന്നത് പകല് മുഴുവൻ നോമ്പാണ്, എനിക്ക് ഇനി നോമ്പില്ലാത്ത പകലുകളില്ല എന്നാണ്. മൂന്നാമതൊരാൾ പറയുന്നത് എനിക്ക് ഭാര്യ, മക്കള്, കുടുംബമൊന്നും ആവശ്യമില്ല, പൂർണ്ണമായും ഇബാദത്തിനും തസ്ബീഹിനും തഹ്ലീലിനും വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ്. ഇത് പറഞ്ഞു പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരിച്ചു വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞു, ശരിയാണോ? ശരിയാണ് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ പകല് നോമ്പനുഷ്ഠിക്കുന്ന പകലുണ്ട്, അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന പകലുമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് രാത്രി നമസ്കാരവുമുണ്ട്, ഉറക്കവുമുണ്ട്, എനിക്ക് ദാമ്പത്യ ജീവിതമുണ്ട്, കുടുംബ ജീവിതമുണ്ട്, കുട്ടികളും പേരക്കുട്ടികളുമുണ്ട്. മൻ
റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആർക്ക് ഇഷ്ടമല്ലയോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുകയാണ്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മതപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മിതത്വവും സന്തുലിതത്വവും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരാൾ നബിയുടെ അടുത്ത് വന്നിട്ട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ 3 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് തീർക്കുമെന്നാണ്. നബി അത് പ്രോത്സാഹിപ്പിച്ചില്ല. അദ്ദേഹത്തോട് ദിവസം കൂട്ടാൻ പറയുകയാണ്. ഒരാൾ വന്ന് നബിയുടെ അടുത്ത് വന്ന് പറയാൻ, നബിയെ ഞാൻ എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു ദിവസം നീ നോമ്പനുഷ്ഠിച്ചാൽ അടുത്ത ദിവസം നോമ്പ് മറിക്കലാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തങ്ങൾ ആരാധനയുടെ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിട്ടപ്പെടുത്തിയത്, ക്രമപ്പെടുത്തിയത്, സന്തുലിതപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നതിന്റെ മുറൂനത്താണ്, ഫ്ലെക്സിബിലിറ്റിയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആദർശം, പ്രത്യയശാസ്ത്രം ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലും പാരീസ് സിറ്റികളിലും നമ്മുടെ നാട്ടിലെ ഉൾഗ്രാമങ്ങളിലും പരിഷ്കാരികൾക്കും അപരിഷ്കൃതരെന്ന് കോമയിട്ട് നമ്മൾ വിളിക്കുന്ന മനുഷ്യർക്കുമെല്ലാം യഥാർത്ഥത്തിൽ ആചരിക്കാനും അനുഷ്ഠിക്കാനും പറ്റുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും, ഏത് കാലാവസ്ഥയിലും, ഏത് പരിതസ്ഥിതിയിലും, ഏത് സാമ്പത്തികാവസ്ഥയിലും ഒരാൾക്ക് അറിഞ്ഞ് ഇഷ്ടത്തോടുകൂടി ആനന്ദത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആദർശവും ആദർശ ചിഹ്നങ്ങളുമാണ് ഇസ്ലാമും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അത് ദൈവികമാണ്, സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമാണ്. അതിന് ഫ്ലെക്സിബിലിറ്റി, മുറൂനത്തുണ്ട്. അതുപോലെ തന്നെ അത് കാലാധിവർത്തിയാണ്. എല്ലാ കാലങ്ങളെയും അതിജയിക്കുന്ന ഒരു സ്വഭാവം നമുക്കതിന് കാണാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്തേക്ക്, ഏതെങ്കിലും ഒരു സമൂഹത്തിന്, ഏതെങ്കിലും ഒരു ജനതക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് മാത്രം ഫിറ്റായ ഒരു ആദർശമല്ല ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് പിടിച്ചു കുലുക്കിയ ഭൗതിക പ്രത്യയശാസ്ത്രമെന്ന് മേനി നടിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് സാക്ഷാൽ കാറൽ മാക്സ് മാഞ്ചസ്റ്റർ ഫാക്ടറിയുമായി ബന്ധപ്പെടുത്തി എഴുതിയ തീസീസാണ്. ആ ഫാക്ടറിയിൽ നിന്ന് വന്ന തൊഴിലാളികൾ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അവരുടെ വേതനക്കുറവ്, അതുപോലെ തന്നെ അവർക്കാവശ്യമായ അവകാശങ്ങൾ, അവർക്കാവശ്യമായ ആ ബാധ്യതകൾ, ഇതിനെ തിട്ടപ്പെടുത്തിയിട്ടാണ് ലോകത്തെ മുഴുവൻ തൊഴിലാളികളെയും അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത്. ലോകത്തെ മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെയും പ്രശ്നങ്ങൾ യൂറോപ്പിലെ മാഞ്ചസ്റ്റർ ഫാക്ടറിയിലെ തൊഴിലാളിയുടെ പ്രശ്നമാണെന്നാണ് കാറൽ മാക്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കാലാധിവർത്തിയല്ല. ആഫ്രിക്കയിൽ 24 മണിക്കൂർ 24/7 അടിമവൃത്തിയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം ആഫ്രിക്കക്ക് ഉണ്ടായിരുന്നു. അവർക്ക് 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും ജോലി ചെയ്ത് വേതനം അല്പം കുറവുള്ള, അല്പം അതിന് തുക കുറവുള്ള, അല്ലെങ്കിൽ അതിനാവശ്യമായ കൂലി കുറവുള്ള മാഞ്ചസ്റ്റർ ഫാക്ടറിയുടെ പ്രശ്നമല്ല. കൂലി തന്നെ കിട്ടാത്ത ആഫ്രിക്കക്കാരുണ്ട്. ജോലി തന്നെ ജീവിതത്തിന്റെ മുഴുവൻ ബാധ്യതയായി ഏറ്റെടുത്ത മനുഷ്യരുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇതിന് സാധിച്ചില്ല. ഇവിടെ തൊഴിൽ തന്നെ ഇന്ത്യയിലെത്തിയപ്പോൾ ജാതി അടിസ്ഥാനത്തിലാണ്. അപ്പൊ ജാതി അഭിമുഖീകരിക്കാതെ തൊഴിലിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതൊരു പരിസ്ഥിതി ഇന്ത്യയിൽ വരികയാണ്. ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാതെ, ജാതി അഭിമുഖീകരിക്കാതെ തൊഴിലിനെയും വർഗത്തെയും മാത്രം അഭിമുഖീകരിച്ചത് കൊണ്ട് ഇന്ത്യയിലെ ജനതയെ വിമോചിപ്പിക്കാൻ കാറൽ മാക്സിനോ കമ്മ്യൂണിസത്തിനോ കഴിയില്ല. അതതിന്റെ യാഥാർത്ഥ്യമാണ്, അതതിന്റെ ജനിതക വൈതൃകമാണ്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കാലാധിവർത്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രത്യേകത അത് ഏതെങ്കിലും ദേശത്തിനോ കാലത്തിനോ ജനതക്കോ സമൂഹത്തിനോ സമയത്തിനോ ബാധകമായതാണെങ്കിൽ, ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ കാലങ്ങൾക്കും, മുഴുവൻ ജനതക്കും, മുഴുവൻ സമയത്തിനും ഫിറ്റായ ഒരു ആദർശം എന്നത് ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ മറ്റൊരു സവിശേഷത അത് മനുഷ്യൻ മാത്രം സ്വീകരിക്കേണ്ട ആദർശമല്ല എന്നതാണ് അതിന്റെ ഒരു സവിശേഷത. അത് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും ആദർശമാണ്. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിക്ക മാത്രമല്ല, അല്ലാഹുവിന്റെ സിഫത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്ത് ഖാലിഖാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള സിഫത്ത് ബാരി ആണ്. ബാരി എന്ന് പറഞ്ഞാൽ, ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമിച്ച ഒരു ശക്തിയല്ല ദൈവം
തമ്പുരാൻ എന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത്. ബാരി എന്ന് പറഞ്ഞാൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ചുണ്ടും അതുപോലെ തന്നെ എൻ്റെ കൈയും അനങ്ങുന്നത് പോലെ, നിങ്ങളിത് ഇരുന്ന് കേൾക്കുന്നത് പോലെ, ഈ ശബ്ദമെത്തുന്ന ആളുകളുടെ ചെവിയെല്ലാം വർക്ക് ചെയ്യുന്നത് പോലെ, അങ്ങനെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഇത് കയറുന്നത് പോലെ, ഇങ്ങനെ ഓരോ സമയങ്ങളിലും അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് ബാരി എന്ന് പറയുന്നത്. അപ്പൊ ഖാലിഖും ബാരിയുമാണ് അല്ലാഹ്. അതുപോലെ തന്നെ ലറസക്കും, അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിപ്പ് നടത്തി നിങ്ങളെ എങ്ങനെങ്കിലും ജീവിച്ചോളൂ എന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥകൾ സന്നിവേശിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ അവന്റെ പ്രകൃതിക്കും അവന്റെ സമൂഹത്തിനും ആവശ്യമായ ഒരു ആവാസ വ്യവസ്ഥ സമ്മാനിക്കാൻ കടലിൽ ജീവിക്കുന്ന ജീവികൾ, കരയിൽ ജീവിക്കുന്ന ജീവികൾ എല്ലാവർക്കും ലറസക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കീഴ്ശേരി അങ്ങാടിയിലെ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റിൽ നിങ്ങൾ മത്സ്യങ്ങളെ പോയി നോക്കുക. ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ എല്ലും തോലുമായ ഒരു മത്സ്യത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു ജീവിയെയും ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു പക്ഷി രാവിലെ പുറപ്പെടുന്നു, അത് ഒട്ടിയ വയറുമായിട്ടാണ് പുറപ്പെടുന്നത്. വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരുന്ന ലോകത്തൊരു പക്ഷിയും വയറ് നിറയാതെ, വയറിൽ ഒന്നും ചെല്ലാതെ തൊണ്ണം കൂട്ടിലേക്ക് മടങ്ങി വരാറില്ല. ഇത് ലോകത്തിന്റെ തത്വമാണ്. നിങ്ങൾ എത്ര നിഷേധിയാണെങ്കിലും ഇത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത ഓർബിറ്റുകളിൽ സഞ്ചരിക്കുന്ന അണുക്കൾ മുതൽ ഭൂമിയേക്കാൾ 150 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ വരെ, സൂര്യനേക്കാൾ അനേകം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വരെ അവർക്ക് സഞ്ചരിക്കാൻ ഒരു ആവാസ വ്യവസ്ഥ ക്രമീകരിക്കുകയും അവരുടെ ജീവിത വ്യവസ്ഥ ക്രമപ്പെടുത്തുകയും ചെയ്ത ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളുടെയും ആദർശമാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? ആ സൃഷ്ടാവിന്റെ ആജ്ഞക്കനുസൃതമായിട്ടല്ലാതെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തിയുടെ ആജ്ഞക്കനുസൃതമായിട്ടല്ലാതെ ഒരിക്കലും അതിന് സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കാൻ കഴിയില്ല. സൂര്യൻ അതിൻ്റെ ദിക്ക് മാറി ഉദിക്കാൻ, അല്ലെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ട്രാക്ക് വിട്ട് സഞ്ചരിക്കുവാൻ, അതുപോലെ ഏതെങ്കിലും അണുക്കൾക്ക് ഓർബിറ്റുകൾ ലംഘിച്ച് സഞ്ചരിക്കുവാൻ നമ്മൾക്ക് മനസ്സിലാവുന്ന ജീവജാലങ്ങൾക്ക്, സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഊളിയിട്ട് ജീവിക്കുന്ന അനേകം മത്സ്യങ്ങൾ, ഈ മത്സ്യങ്ങൾക്കൊന്നും അവരെ ട്രാക്ക് വിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് കാണാൻ കഴിയാണ്. അവരെല്ലാം വിധേയപ്പെട്ട ശക്തിയുണ്ട്, അവരെല്ലാം വിധേയപ്പെട്ട് സ്വീകരിച്ച ഒരു ആദർശമുണ്ട്. ഈ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന ആദർശം. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആദർശം ലോകത്ത് അനേകം സവിശേഷതകളുള്ള ആദർശമാണ്. മറ്റൊരു പ്രത്യേകത, ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ അതിനെ പ്രബോധനം ചെയ്ത് ലോകത്തത് പ്രബോധനം ചെയ്യുകയും അതിനെ ജീവിക്കുന്ന സാക്ഷ്യമായി രേഖപ്പെടുത്തുകയും ചെയ്ത അനേകം പ്രവാചകന്മാർ, അതിലവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതത്തിന്റെ സൂക്ഷ്മ വശങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, നിങ്ങൾക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ മാതൃകയുണ്ട് എന്നാണ്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ, സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ, സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നവനാണെങ്കിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ സാമൂഹികവും ആത്മീയവുമായ കാര്യത്തിൽ, മതപരം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഇങ്ങനൊരു ആചാര്യനെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ പ്രബോധനം ചെയ്ത ആദർശം, ദൈവികമായ ആദർശത്തിന്റെ എങ്ങനെ അത് പ്രയോഗവൽക്കരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ സുതാര്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. എങ്ങനെ നഖം മുറിക്കണം, എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഏത് കാല് ആദ്യം വെക്കണം, കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണം, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കണം, മാർക്കറ്റിൽ പോകുമ്പോൾ എങ്ങനെ പോകണം, അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ എന്തു ചെല്ലണം, കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, യുദ്ധക്കളത്തിൽ എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ നേതാവ്
നേതാവെന്ന നിലയിൽ അനുയായികൾ എങ്ങനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നമുക്കറിയാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരി എന്ന നിലയിൽ പ്രവാചകൻ എങ്ങനെയാണ് ഇടപെട്ടത്, രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, നേരും നന്മയും നീതിയും നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹു നിങ്ങൾക്കൊരു മാതൃകയായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആഡം സ്മിത്തിന്റെ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്, കാറൽ മാക്സിന്റെ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്, അതുപോലെ തന്നെ നെപ്പോളിയന്റെ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്, അലക്സാണ്ടറുടെ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പറയുന്ന വിപ്ലവാചാര്യന്മാരുടെ മുഴുവൻ ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ അവർ നഖം മുറിച്ചത് എങ്ങനെയാണ്, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഏത് കാലാണ് വെച്ചത് എന്ന് ലോകത്തിന് അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. ലോകം അത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജീവിതത്തിന്റെ സൂക്ഷ്മവശങ്ങൾ മുതൽ ജീവിതത്തിന്റെ ബൃഹത്തായ മേഖലകൾ വരെ സുതാര്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ജീവിത ഉടമയാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ആദർശത്തിന്റെ എന്തൊക്കെ സവിശേഷതകളുണ്ടോ അത് പ്രവാചക ജീവിതത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു വൈരുദ്ധ്യവുമില്ലാത്ത പറയുന്ന ആദർശത്തെയും ആ ആദർശത്തിന്റെ പ്രയോഗവൽക്കരണത്തിൽ ഏറ്റക്കുറച്ചിലില്ലാതെ അത് സമ്പൂർണമായി നിർവഹിക്കുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഏതൊക്കെ കാര്യങ്ങളാണോ ലോകത്ത് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലില്ലാതെ ഖുർആനുൻ യംസി അലൽ കാന ഖുലുഖുഹു വൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആന്റെ സ്വഭാവമുള്ള ആളായിരുന്നു. അതുമാത്രമല്ല സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കോപ്പിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രൈം ഓഡിയൻസ് ഉണ്ട്. നമുക്കറിയാം പ്രവാചകന്റെ ജീവചരിത്രം അതേപോലെ പകർത്തിയ മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ജീവിതം എങ്ങനെയാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എങ്ങനെയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും അലി അൽ മുർത്തളയുടെയും ജീവിതം എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഏറ്റക്കുറച്ചിലില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി അവരെയും നബി സംവിധാനിക്കുകയാണ്. ഇങ്ങനെ തുല്യതയില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായി താൻ പ്രതിനിധാനം ചെയ്ത സമൂഹത്തിൽ അനേകം മനുഷ്യരെ ആ ജീവിതത്തിന്റെ പകർപ്പുകളായി പകർത്തി എഴുതിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തിന്റെ സവിശേഷത അവകാശപ്പെടാൻ ലോകത്തൊരു വ്യക്തിക്കോ ഒരു ആചാര്യനോ ഒരു മനുഷ്യനോ ഒരു രാജാവിനോ ഒരു ചക്രവർത്തിക്കോ സാധ്യമല്ല. ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ മനുഷ്യർ, ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ എഴുത്തുകാർ, ലോകത്തെ ഏറ്റവും വലിയ ട്രെയിനിങ് വിദഗ്ധർ ഒക്കെയും പ്രവാചക ജീവിതത്തെ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അവരെല്ലാം അമ്പരന്ന് പോവുകയാണ്. ഇത്രമേൽ സമഗ്രമായ, ഇത്രമേൽ സന്തുലിതമായ, ഇത്രമേൽ ഫ്ലെക്സിബിലിറ്റിയുള്ള, ഇത്രമേൽ സമ്പൂർണതയുള്ള, അതുപോലെ തന്നെ ദൈവിക സ്പർശവും ആത്മീയ നനവുമുള്ള ഒരു ജീവിതത്തെ അവർക്ക് ലോകത്തെവിടെയും കാണാൻ കഴിഞ്ഞില്ല. ആ ജീവിതവും ഈ ആദർശവും വെച്ചിട്ടാണ് ലോകത്ത് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ പ്രത്യയശാസ്ത്രമാണ്, ഒരു ആദർശമാണ്. ആ ആദർശത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളതാണ്. ഈ പ്രത്യേകതകളും ഈ സവിശേഷതകളുമാണ് ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിന്റെ ഈ സവിശേഷതകളെയാണ് ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ ആദർശം നിങ്ങൾ പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. എന്താണ് ഇലാഹ്, എന്താണ് അല്ലാഹ് എന്നതൊക്കെ വളരെ വ്യക്തമായി അത് പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എങ്ങനെ പരിചയപ്പെടുത്തിയ ശക്തിയാണ്, എന്താണ് അല്ലാഹുവിന്റെ സവിശേഷതകൾ, അതെല്ലാം ഏറ്റക്കുറച്ചിലില്ലാതെ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുമേഖലയുടെയും അധികാരം നിങ്ങൾ വകവെച്ചു കൊടുക്കുക. ആരാധനയുടെയും അനുസരണത്തിന്റെയും അടിമത്വത്തിന്റെയും വിധേയത്വത്തിന്റെയും എല്ലാ അവകാശങ്ങളും നിങ്ങൾ സാക്ഷാൽ ജഗന്യന്താവിന് വകവെച്ചു കൊടുക്കുക. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ജീവിതത്തിന്റെ മാതൃകയിൽ നിങ്ങൾക്കൊരു വ്യക്തിയുടെയും മാതൃക പിൻപറ്റേണ്ടതില്ല. ഒരാളെയും നിങ്ങൾ പിൻപറ്റുകയോ പിന്തുടരേണ്ട ബാധ്യത നിങ്ങൾക്കില്ല.
കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴികെ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത മാതൃകയിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസികളുടെ അവസാനത്തെ വാക്കാണ്. അവിടുത്തെ വിവരങ്ങൾ, അവിടെ പകർന്നു തന്ന അനുഭവങ്ങൾ, അവിടുത്തെ ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളെല്ലാം വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദർശവാക്യമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആളുകൾ ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സംഘടനകളും സംവിധാനങ്ങളും സാംസ്കാരിക ഇടങ്ങളും അതുപോലെ തന്നെ അവർക്ക് കൂലിയെഴുതി നടത്തുന്ന സൈബർ ഇടങ്ങളുമെല്ലാം മതരാഷ്ട്രവാദമാണ് ഇവിടെ ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ. എന്താണ് മതരാഷ്ട്രവാദം? ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പറയുന്ന ആളുകളോട് ചോദിക്കാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അതിന്റെ പബ്ലിഷിംഗ് ഹൗസിൽ പോയാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ, ഏതെങ്കിലും ഒരു വാചകത്തിൽ, ഏതെങ്കിലും ഒരു വരിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മതരാഷ്ട്രമെന്ന് പറയുന്ന ആശയമോ മതരാഷ്ട്രമെന്ന് പറയുന്ന പദമോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണെന്ന് പറയുന്നത്? ഇപ്പോൾ ആളുകൾ കൊട്ടിഘോഷിക്കുകയാണ്. എന്താണ് കൊട്ടിഘോഷിക്കുന്നത്? മതരാഷ്ട്രവാദത്തെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറഞ്ഞു എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറഞ്ഞ് മതരാഷ്ട്രവാദത്തെ 1-ാം തീയതി മുതൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച് 7.5 പതിറ്റാണ്ട് പിന്നിട്ട സന്ദർഭമാണ്. അതിന്റെ 1-ാം തീയതി മുതൽ മതരാഷ്ട്രവാദത്തോട് കലഹിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന സാഹിത്യങ്ങളുണ്ട്, അതിന്റെ പ്രവർത്തകർ വായിക്കുന്ന സാഹിത്യങ്ങൾ, അതിന്റെ അംഗങ്ങൾ വായിക്കുന്ന സാഹിത്യങ്ങൾ, അതിന്റെ യോഗങ്ങൾ വായിക്കുന്ന സാഹിത്യങ്ങൾ. ഇതിലേതെങ്കിലും ഒരു സാഹിത്യത്തിൽ മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ മതരാഷ്ട്രമെന്ന പദമെങ്കിലും എവിടെയെങ്കിലും കാണിച്ചു തരാൻ, മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഏതൊരാൾക്കും നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചാൽ ഏതൊരാളോടും ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ പദം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ മതരാഷ്ട്രം എന്ന് പറയുന്ന പദവും അതിന്റെ ആശയം ഏതെങ്കിലും അടിസ്ഥാന സാഹിത്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതായി, ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്രം രൂപീകരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സാഹിത്യം, ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന ഏതെങ്കിലും ഒരു ലഘുലേഖ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് കിട്ടാവുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഒരു വരിയിൽ, ഒരു പദത്തിൽ, ഏതെങ്കിലും ഒരു വരിയുടെ അടിക്കുറിപ്പിൽ പോലും നിങ്ങൾ പറയുന്ന വാദങ്ങൾ കാണാൻ കഴിയില്ല. കാണാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഒരു ആരോപണം ഒരു പൊതുസമൂഹത്തിൽ ഉന്നയിക്കുമ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കൽ, പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കിടക്കലോ അതിനെ ഡിബേറ്റ് ചെയ്യലോ അല്ല ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇതിലൂടെ കിട്ടുന്ന ചില കച്ചവടങ്ങളുണ്ട്, ചില പങ്കുപറ്റലുകളുണ്ട്, ചില ആനുകൂല്യങ്ങളുണ്ട്, ചില താൽക്കാലിക നേട്ടങ്ങളുണ്ട്, അത് സ്വായത്തമാക്കലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതരാഷ്ട്രം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന സാഹിത്യങ്ങളിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ലഘുലേഖയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് തേടിപ്പിടിക്കാൻ പറ്റുമോ അതിലൊന്നും കാണാൻ കഴിയില്ല. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ ഒരു പദമോ ആശയമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് മൗദൂദിയെ തള്ളിപ്പറഞ്ഞുവെന്നാണ്. സയ്യിദ് അബുൽ അല മൗദൂദി ഇസ്ലാമിക പരിഷ്കർത്താക്കളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു കാലത്ത് പാശ്ചാത്യൻ നാഗരികതയോട് ഇസ്ലാം മുഖാമുഖം നിന്നപ്പോ ആ പാശ്ചാത്യ നാഗരികതയോട് മുഖാമുഖം നിൽക്കാൻ കെൽപ്പും ശേഷിയുമുള്ള മറ്റൊരു നാഗരികതയാണ് ഇസ്ലാമിക നാഗരികത എന്ന് ലോകത്ത് സമർത്ഥിച്ച പണ്ഡിതനാണ് സയ്യിദ് അബുൽ അല മൗദൂദി. ഇപ്പോൾ പറയുന്നത് മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറഞ്ഞുവെന്നാണ്, മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനമായി സ്വീകരിച്ചില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2 അടിസ്ഥാനങ്ങളാണ്, അള്ളയും റസൂലും ഖുർആനും സുന്നത്തുമാണ്. ആ അടിസ്ഥാനങ്ങളിൽ സയ്യിദ് അബുൽ അല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അടിസ്ഥാനമാണെന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഇതൊരു മൗദൂദിസ്റ്റ് പാർട്ടിയല്ല, ഒരു മൗദൂദിസ്റ്റ് സംഘവുമല്ല, ഇത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്, ഇസ്ലാമിക സംഘമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്നൊരു ഹൈപ്പ് പിച്ചിട്ടുകൊണ്ട് കേരളത്തിൽ പുതിയൊരു ചർച്ചക്കും വിവാദങ്ങൾക്കും തുടക്കമിട്ട ആളുകൾ സത്യസന്ധമായി ഈ സംസാരത്തെയും ഈ വാദത്തെയും
ലോകത്തെയും അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാവണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, വർഗീയവാദമാണ് എന്നാണ് പറയുന്നത്. ആര്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ആരാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, സമഗ്രാധിപത്യ പ്രവണതയ്ക്ക് വേണ്ടി ഒരാശയം നിർമ്മിച്ചു, ആ ആശയം വർക്കൗട്ട് ചെയ്തു, ആ ആശയം നടപ്പിലാക്കാൻ സായുധ വിപ്ലവം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. അതിപ്പോ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് അതിപ്പോൾ നടപ്പാക്കേണ്ടതില്ല എന്ന് പ്രമേയം പാസാക്കിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ സായുധ വിപ്ലവത്തിലൂടെ തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവരണമെന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം. ആ സംഘം ലോകത്ത് പ്രവർത്തിച്ചു. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, മധുര മനോഹര സോവിയറ്റ് യൂണിയനെ കുറിച്ച് പാടി നടന്നവരുണ്ടായിരുന്നു. കക്ഷത്തിൽ അവിടെ നിറങ്ങുന്ന എല്ലാ മാഗസിനുകളും പുണ്യം പോലെ തീർത്ഥ ജലം പോലെ സൂക്ഷിച്ചു വെച്ച മനുഷ്യരുണ്ടായിരുന്നു. അതെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ എന്താണ് സംഭവിച്ചത്? ഈ രാജ്യങ്ങളിലും രാജ്യക്രമങ്ങളിലുമെല്ലാം എന്താണ് സംഭവിച്ചതെടുത്ത് പരിശോധിച്ചു നോക്കേണ്ടതാണ്. കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി ആ മനുഷ്യരുടെ നിലവിളിക്ക് മീതെ, ആ മനുഷ്യരുടെ നിലവിളികളെ മുദ്രാവാക്യമായി സ്വീകരിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി ആ രക്തത്തിൽ സ്വന്തം സിംഹാസനത്വം ഉറപ്പിച്ചു നിർത്തി കോടിക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മീതെ സ്വന്തം പ്രത്യയശാസ്ത്രം അമർത്തിരുത്തിയ ഒരു ജനതയും ഒരു സമൂഹവുമായി ഇവർ മാറിയത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അനേകം കോടി മനുഷ്യരുടെ, എത്ര കോടി മനുഷ്യരെ കൊന്നു എന്നതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ അടുത്ത കാലത്ത് ഉക്രൈന്റെയും റഷ്യയുടെയും ബോർഡറിൽ ഒരു ശ്മശാനം കണ്ടെടുക്കുകയാണ്. ആ ശ്മശാനം JCB ഉപയോഗിച്ച് കിളച്ചു നോക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോൾ നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ കണ്ടെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 10-40 കൊല്ലം മുമ്പ് മണ്ണടിഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം, 10-30 കൊല്ലം മുമ്പ് മണ്ണടിഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം, അത് കൊന്നൊടുക്കിയ ജനതയുടെ തലയോട്ടികൾ ഇന്നും ലോകത്ത് കണ്ടെടുക്കാൻ കഴിയാത്ത വിധം ഭീകരമായിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. അനേകം മനുഷ്യരുടെ, നിരപരാധികളായ മനുഷ്യരുടെ ചോരക്ക് മീതെ, അവരുടെ നിലവിളിക്ക് മീതെ, അവരുടെ മൃതദേഹങ്ങൾക്ക് മീതെ സ്ഥാപിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മുകളിലിരുന്ന് അമർന്നിരുന്ന് അതിന് മധുര മനോഹര രാജ്യക്രമമായി ലോകത്ത് വാഴ്ത്തുപാട്ടുകൾ നടത്തിയവർ, ആ കർമ്മത്തിന് നേതൃത്വം നൽകിയ ആളുകളെ സ്വന്തം ഓഫീസുകളിൽ സ്റ്റില്ലിട്ട് സൂക്ഷിച്ച് പൂജിച്ച് നടക്കുന്ന ആളുകൾ, ഒരു ഓഫീസിലും അത്തരം ആളുകളുടെ ഫോട്ടോ ഇല്ലാത്ത, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെ ഫോട്ടോ ഇല്ലാത്ത ഒരു ഓഫീസും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ സഖാവ് ലെനിന്റെയും സ്റ്റാലിന്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യരുടെ ഫോട്ടോ ഇല്ലാത്ത ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസാണ് കേരളത്തിലുള്ളത്? ഇവരുടെ പ്രത്യേകത എന്താണ്? നിരപരാധികളായ മനുഷ്യരുടെ നിലവിളിക്കുമീതെ സ്വന്തം അധികാരം ഉറപ്പിച്ച ഭരണാധികാരികളാണ് ഇവർ. ഇവരെ കൈവിടാത്ത കാലത്തോളം നിങ്ങൾക്കൊരിക്കലും കൈകഴുകി വൃത്തിയാകാൻ കഴിയില്ല. അവരെ തള്ളിപ്പറയാൻ കാലത്തോളം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വിശുദ്ധി അവകാശപ്പെടാൻ കഴിയില്ല. എന്നിട്ടാണ് വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്തിന്റെ നിയമാനുസൃതമായി, സർഗാത്മകമായി, രചനാത്മകമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളുമാക്കുന്നത് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇവർ പറയുന്നത്? നിങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കഥയൊക്കെ വിടുക. സോവിയറ്റ് യൂണിയനിലെ ഭരണാധികാരി കൊന്നൊടുക്കിയ കോടികളുടെ കണക്ക് നിങ്ങൾ വിസ്മരിക്കുക. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. സ്വന്തം കൂട്ടത്തിൽ നിന്ന് വിയോജിച്ച് മാറി നിന്നു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യനെ പീസാക്കി 51 വെട്ടുവെട്ടിയിട്ടാണ് അത് ആ സമൂഹത്തെ, ആ മനുഷ്യനെ വെട്ടുവെട്ടി പീസാക്കി തുണ്ടമാക്കി ആ കുറ്റം മറ്റൊരു സമുദായത്തിന്റെ മേൽ ചാർത്തുവാൻ വേണ്ടി മാഷാ അല്ലാഹ് സിക്യൂരിറ്റിച്ച ഇന്നോവ സ്ഥാപിച്ച ഒരു സമൂഹമാണ്, ഒരു സംഘമാണ്, ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം. വർഗീയവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഈറ്റില്ലമാണെന്ന് പറയുന്നത് നിഷ്പക്ഷമായി കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, അക്രമത്തിന്റെയും അതുപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളുടെയും അതിന്റെ മറവിൽ നടന്ന കൊള്ളയുടെയും അതുപോലെ തന്നെ കുരുതികളുടെയും ചരിത്രമല്ലാതെ വികസനോന്മുഖമായ ലോകത്തെ വലിയ മനുഷ്യ മുന്നേറ്റത്തിന് സഹായിച്ച വലിയ വലിയ സ്വപ്നങ്ങളുടെയും വിഭാവനകളുടെയും ചരിത്രത്തെ കുറിച്ച് ഇവർക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന് നമുക്കറിയാം, യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവരുമായി സഹകരിച്ചിട്ടില്ല, ഒരു കാലത്തും സഹകരിപ്പിക്കാൻ കൊള്ളാത്തവരാണ്
ഇവർ ഭീകരവാദികളും വർഗീയവാദികളുമാണ്. ആരാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒരു 10 കൊല്ലം മുമ്പ് 2019 മുമ്പുള്ള സന്ദർഭങ്ങളിൽ കീശേരി അങ്ങാടിയിലുള്ളവർ, കൊണ്ടോട്ടി അങ്ങാടിയിലുള്ളവർ ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും വോട്ടും ആർക്കൊക്കെയാണ് പോയത് എന്ന് മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് ചരിത്രത്തിന്റെ ഉദ്ധരണികൾ എടുത്ത് പറഞ്ഞ് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. നിങ്ങളെല്ലാം നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തള്ളിപ്പറയാൻ സാധിക്കില്ല. ഇനി 2019 ശേഷം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളും വർഗീയവാദികളുമായി അവരോട് യാതൊരു സഹകരണവും ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ പാർലമെന്റിൽ യഥാർത്ഥത്തിൽ 4 MP-മാരാണുള്ളത്. 4 MP-മാർ, ഒന്ന് കേരളത്തിൽ, 2 തമിഴ്നാടിലും 1 രാജസ്ഥാനിലുമാണ്. ഈ 3 MP-മാർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടി ജയിച്ചതിന്റെ നന്ദി അറിയിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ കാണുകയും അവരുടെ ഓഫീസിൽ വരികയും ചരിത്രം 2019-ലെയും 2024-ലെയും ചരിത്രമാണ്. അത് വിദൂരമല്ലാത്ത ഒരു ചരിത്രമാണ്. അതല്ല, രാഷ്ട്രീയ പാർട്ടിയാണ്, ജനാധിപത്യ ക്രമമാണ്, എല്ലാവരുടെയും വോട്ട് വാങ്ങും, ഞങ്ങൾക്ക് ആരുടെയും വോട്ട് സ്വീകരിക്കാം, എല്ലാവരോടും വോട്ട് ചോദിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾ കയറും വോട്ട് ചോദിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ ഇതിനെ തള്ളിപ്പറയാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെയാണ് വാദമെങ്കിൽ നിങ്ങളുമായി മറ്റു സഹകരണങ്ങളില്ല എന്നാണ് പറയുന്നതെങ്കിൽ 2020-കളിലും 2019-ലുമൊക്കെ രൂപീകരിച്ച സംവിധാനങ്ങൾ രാജസ്ഥാൻ നമുക്കറിയാം. യഥാർത്ഥത്തിൽ നമുക്കറിയാം ദളിത് മൈനോറിറ്റി വിഭാഗത്തിന്റെ ഒരു പോരാട്ട വേദിയായ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രക്ഷോഭ വേദിയായ ആന്തോളൻ രാജസ്ഥാൻ എന്ന് പറയുന്ന പ്രതിരോധ ആന്തോളൻ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം അത് CPM ഉണ്ട്, CPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘാടകര് തന്നെ അവരാണ്. രണ്ടാമത്തെ അലയൻസ് അഗൈൻസ്റ്റ് NRC-CAA എന്ന് പറയുന്ന കൂട്ടായ്മ NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ വളരെ ശക്തിയാർജിച്ച് നമുക്കറിയാം, വളരെ ശക്തിയാർജിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംവിധാനമാണ്. ഡൽഹിയിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കേരളത്തിലുമെല്ലാം ഈ സംവിധാനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇത്തരം NRC പോലെയുള്ള പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെട്ടത്. ഈ അലയൻസ് അഗൈൻസ്റ്റ് NRC-CAA വേദികളുടെ സംഘാടകരാരാണ്? ജമാഅത്തെ ഇസ്ലാമി അതിലൊരു പാർട്ടാണ്, CPM അതിലൊരു പാർട്ടാണ്, CPI അതിലൊരു പാർട്ടാണ്. 2020-ൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുണ്ട്. അത് സംഘടിപ്പിച്ചത് ആന്തോളൻ രാജസ്ഥാൻ എന്ന് പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. അത് സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള പ്ലാറ്റ്ഫോമിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ CPM-ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക്, മംഗലാപുരം ജംഗ്ഷനപ്പുറത്തേക്കും വേറെ ഒരു നിയമം, വേറെ ഒരു പ്രത്യയശാസ്ത്രം, വേറെ ഒരു പാർട്ടി, വേറെ ഒരു പോളിറ്റ് ബ്യൂറോ, വേറെ ഒരു പാർട്ടി സെക്രട്ടറി, വേറെ ഒരു സംവിധാനം എന്ന വൈരുദ്ധ്യത്തിലേക്കാണ് CPM നീങ്ങുന്നതെങ്കിൽ അത് വ്യക്തമായി പറയണം. ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണ്, ഞങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോ ഇല്ല, ഞങ്ങൾക്ക് വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് മംഗലാപുരം ജംഗ്ഷനപ്പുറത്തേക്ക് CPM-ഉമായി യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവമെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടതാണ്. അത് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം വ്യക്തമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, പാർട്ടി സ്റ്റഡി ക്ലാസ്സിൽ പഠിച്ച് ഫലിപ്പിച്ച് അത് പുറത്തെടുത്ത് അതുമാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്ന കാലമല്ല. സോഷ്യൽ മീഡിയകളുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ചെയ്തതെന്താണെന്നത് അപ്പോൾ രേഖപ്പെടുത്താൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ലൈവായി നിൽക്കുന്ന കാലത്താണ് ഇത്രയും വലിയ വ്യാജം പ്രചരിപ്പിക്കുന്നത്, ഇത്രയും വലിയ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. ഈ കാപ്പട്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവസാനിപ്പിക്കണം. ഞങ്ങളിത് പറയുന്നത് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ഈ സമൂഹം സുസ്ഥിരയോടുകൂടി അതുപോലെ തന്നെ ക്ഷേമത്തോടുകൂടി നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്, സൗഹൃദത്തോടുകൂടി ഇത് വർത്തിക്കണം എന്ന താല്പര്യമുള്ളത് കൊണ്ടാണ്. കാരണം ഈ സൗഹൃദം എന്നത് നമ്മൾ ജീവൻ കൊടുത്ത് സ്ഥാപിച്ചതാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത്
സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങൾ, ബ്രിട്ടീഷുകാരന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ഈ രാജ്യം അമർന്നു നിന്നപ്പോ വിസമ്മതിച്ച് പോരാടിയ പോരാളികൾ, രക്തം കൊടുത്തു നേടിയ പോരാളികൾ, ജീവൻ കൊടുത്തു നേടിയ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യത്തിന്റെ ബാക്കി പാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്, സഹവർത്തിത്വം എന്ന് പറയുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം സോഷ്യൽ ഫാബ്രിക്കിനെ മാരകമായി പരിക്കേൽപ്പിക്കുന്ന പ്രവണതകളാണ് അടുത്ത കാലത്ത് CPM സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആ CPM സ്വീകരിക്കുന്ന നയത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഈ സൗഹൃദവും സാഹോദര്യ അന്തരീക്ഷവുമെല്ലാം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ പോളിസി ഉണ്ടായിരുന്നു. ഈ പോളിസി ബ്രിട്ടീഷുകാരൻ ആദ്യം നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ഫൈസാബാദിലാണ്. നടപ്പിലാക്കിയതിൻ്റെ പൂർത്തീകരണം 992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ ഷഹാദത്തിലൂടെ, ബാബരി മസ്ജിദ് തച്ചു തകർത്തതിലൂടെ സംഘപരിവാർ ആ പദ്ധതി വിജയിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നും സംഘപരിവാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതിയുടെ വക്താക്കളാണ്. ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലും നടപ്പിലാക്കി, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാൻ. മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞല്ലോ, നിങ്ങൾ കുത്തബ് മീനാറിന്റെ മുന്നിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിക്കുകയാണ്, അബുൽ കലാം സ്വാതന്ത്ര്യം വേണോ ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണോ? എന്നോട് മാലാക്ക പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചാൽ ആ മാലാക്കയോട് ഞാൻ പറയും ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി, സ്വാതന്ത്ര്യം പിന്നെ മതി എന്ന് പറയുമെന്ന് പറഞ്ഞ മൗലാന അബുൽ കലാം ആസാദ്. കാരണം അത്രയും തീവ്രമായി ഹിന്ദു മുസ്ലിം വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചു ബ്രിട്ടീഷുകാരനെ സൃഷ്ടിച്ചു മാത്രമല്ല, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പോലെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ഇന്ത്യയിൽ വളർന്നു വലുതായി. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നിടത്തേക്കെത്തി. ആ ചരിത്രമൊന്നും ഞാൻ വിശദിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹവർത്തിത്വത്തിൻ്റെ ഒരു പാതയുണ്ട്. സഹവർത്തിത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പാത കേരള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും MP നാരായണ മേനോനും പാണ്ടിയാട് നമ്പീശനും ഒക്കെ അടക്കമുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയും സാമൂതിരിയെ പോലെയുള്ളയും സംവിധാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ കേരളത്തിലെ സഹവർത്തിത്വത്തിലെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഇവിടത്തെ നമ്മുടെ പൂർവീകരായ ഹിന്ദു മുസ്ലിം സഹോദരന്മാർ അവരുടെ ജീവൻ കൊടുത്ത് നിലനിർത്തിയതാണ്. വാസ്കോ ഡ ഗാമ കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം. അവിടെ ആ തീരപ്രദേശങ്ങളുടെ യാത്ര പോകുന്നവർ, അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവരെല്ലാം കൊന്ന് കെട്ടിത്തൂക്കി കടലിൽ വലിച്ചെറിഞ്ഞ് അവിടെ രക്തം കണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടിയ പോർച്ചുഗീസുകാരനെതിരെ യുദ്ധം ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ആ യുദ്ധത്തിന് ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് പ്രഖ്യാപിച്ച പണ്ഡിതനാണ്. യുദ്ധത്തിന് ഇമാമ് നിൽക്കേണ്ടത് സാമൂതിരിയാണ് എന്ന് പ്രഖ്യാപിച്ച പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമാം സാമൂതിരിയാണ്. ഇമാമായ സാമൂതിരിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യണം എന്ന് കേരളത്തിൽ ഫത്വ കൊടുത്ത പണ്ഡിതനാണ്, മതപണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ, മലബാറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഹിന്ദു മുസ്ലിം സാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ ഒന്നാകെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതുപോലെ കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ അതിനെ ഇവിടത്തെ പൂർവികരായ മനുഷ്യർ ജീവിതം കൊണ്ട് ചിറകെട്ടി തടുത്ത് അതിനെ പ്രതിരോധിച്ച ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിന്റെ ബലത്തിലാണ്, ആ ചരിത്രത്തിന്റെ അടിത്തറയിലാണ് ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വന്നത്. അതാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ആരാണ്? കേരളത്തിലെ പഴയ പോരാളികളാണ്, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ കുത്തക ഞങ്ങൾക്കാണ്. നിങ്ങളും ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിന്റെ അടിക്കൽ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നടത്തിയ ചെറുത്തുനിൽപ്പിൽ അവർ നൽകിയ ജീവന്റെ വിലയാണ് ഈ രാജ്യത്തിന്റെ സഹവർത്തിത്വം എന്ന് പറയുന്നത്. നിങ്ങളതാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളതാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാണ് രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായി കാലുറപ്പിക്കാൻ കേരളത്തിന്റെ മണ്ണിനെ നിങ്ങൾ പാകപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കൊടിയ പാതകം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർവികർ ചോര കൊടുത്തു നേടിയ
ജീവൻ കൊടുത്തു നേടിയ സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നമ്മൾ വാങ്ങിയ ബ്രിട്ടീഷുകാരന്റെ എല്ലാ വെറുപ്പിനെയും മറികടന്ന് നമ്മൾ വാങ്ങിയ സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ കൂടി നിങ്ങൾ ബലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാഷാ അല്ലാഹ് സ്റ്റിക്കറിലൂടെ കണ്ടത്, അതാണ് കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വടകരയിൽ കണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇങ്ങനെയുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഇത്തരം വർഗീയമായ ചേർത്തിരിവുകൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ വലിയ തോതിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ കേരളത്തിന്റെ പുറത്ത് ഡൽഹിയിൽ പോയി അന്നത്തെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. അതിലൂടെ മുസ്ലിം ജനസംഖ്യ ഇവിടെ അധികരിക്കുമെന്നും കേരളം 2030 ആകുമ്പോഴേക്കും ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് പ്രസ്താവിക്കുന്നത് ഡൽഹിയിൽ പോയി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അന്ന് കേരളം പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ലവ് ജിഹാദ് ഏറ്റെടുത്തതാരാണ്? യോഗി ആദിത്യനാഥാണ്. അതിന്റെ പേരിൽ UP നിയമം നിർമ്മിച്ചപ്പോൾ പത്രക്കാർ ചോദിക്കാൻ, നിങ്ങൾ ഈ ലവ് ജിഹാദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അത് നിങ്ങളടുത്ത് തെളിവെന്താണ്? ഞങ്ങളുടെ അടുത്ത് തെളിവൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും ഉള്ള തെളിവെന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലവ് ജിഹാദിന് വേണ്ടി നിയമം നിർമ്മിച്ച യോഗി ആദിത്യനാഥ് റഫറൻസായി സ്വീകരിച്ചത് സഖാവ് VS അച്യുതാനന്ദനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ അടുത്ത സമയത്തായി സഖാവ് വിജയരാഘവൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന എന്താണ്? വയനാട് നിന്ന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങി, നിങ്ങളൊക്കെ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് അത് തിരുത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരുത്തി, ജമാഅത്തെ ഇസ്ലാമി SDPI പോലെയുള്ള തീവ്ര ചിന്താഗതികളുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത് എന്ന് അദ്ദേഹം തിരുത്തി. പക്ഷേ തിരുത്തിയപ്പോഴേക്കും നേരത്തെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം തിരുത്തിയതുപോലെയാണ്. യഥാർത്ഥത്തിൽ അത് 48 മണിക്കൂർ കേരളത്തിൽ, സംസ്ഥാനത്തൊട്ടാകെ, ഇന്ത്യയിലൊട്ടാകെ സംഘപരിവാർ ആഘോഷിച്ചു കഴിഞ്ഞു. സംഘപരിവാറിന്റെ വിഷലിപ്തമായ മീഡിയകൾ അത് റഫറൻസായി സ്വീകരിച്ചു. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രത്തിന്, അതും ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു അഭിമുഖത്തിൽ കൊടുത്തത് മലപ്പുറം തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ്, രാജ്യദ്രോഹത്തിന്റെ കേന്ദ്രമാണ്, കള്ളക്കടത്തിന്റെ കേന്ദ്രമാണ് എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് PR ഏജൻസി അത് പിന്നീട് അടിച്ചു ചേർത്തതാണ് എന്ന് പറയുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു. ഉപയോഗിക്കേണ്ട എല്ലാ കേന്ദ്രങ്ങളും വളരെ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുകയാണ്. കേരളത്തെ കുറിച്ച് ഒരു വാർപ്പ് മാതൃക രൂപീകരിക്കാൻ സംഘപരിവാറിന് ആവശ്യമായ മെറ്റീരിയലുകൾ യഥാവിധി മുറപ്രകാരം നിർവഹിച്ചു കൊടുക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ കുറിച്ചുള്ള പ്രസ്താവന, ലവ് ജിഹാദിനെ കുറിച്ചുള്ള പ്രസ്താവന, അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയവാദമാണ് എന്ന് പറഞ്ഞ, അതുപോലെ ഗെയിൽ ദേശീയപാത സമരം ചെയ്യുന്ന ആളുകൾ തീവ്രവാദികളാണ്. അതുപോലെ കരിമണൽ ഖനനത്തിന് ആലപ്പുഴയിൽ സമരം ചെയ്തപ്പോൾ അത് മലപ്പുറത്തെ ആളുകളാണ്. അതുപോലെ ഒരുപാട് പരാമർശങ്ങൾ പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാഥിന് ഉപമിച്ചതുപോലെയുള്ള ഒരുപാട് ഉപമകൾ. ഈ ഉപമകളെല്ലാം സംഘപരിവാറിന്റെ മ്യൂസിക്കിന്, സംഘപരിവാറിന്റെ ഗാനവിരുന്നിന് ഓർക്കസ്ട്രയൊരുക്കുന്ന പണിയാണ് CPM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാട്ടുപാടി ആഘോഷിക്കുന്നതാരാണ്? യഥാർത്ഥത്തിൽ BJP ആണ്, യഥാർത്ഥത്തിൽ സംഘപരിവാറാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, സംഘപരിവാറിന്റെയും BJPയുടെയും നേതാക്കന്മാരെ ലൈം ലൈറ്റിൽ കാണാനില്ല. സ്ക്രീനിൽ അവർക്ക് റോളില്ല, ടെലിവിഷനിൽ അവരുടെ ഇന്റർവ്യൂകളില്ല, അവരുടെ ബൈറ്റുകൾക്ക് പത്രക്കാർക്ക് ആവശ്യമില്ല. കാരണം സംഘപരിവാറിന്റെ അതേ ആശയം പറയാൻ കേരളത്തിലെ CPMന് സാധിക്കുന്നുവെന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുര്യോഗമാണ്. കെ സുരേന്ദ്രനും വിജയരാഘവനും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോകുന്നത് കേരള ജനതയുടെയും ദുര്യോഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ തിരുത്തിയില്ല എങ്കിൽ കേരളം പതിറ്റാണ്ടുകളായി പൂർവികർ ചോര കൊടുത്തു നേടിയ സ്വാതന്ത്ര്യം, സൗഹൃദത്തെയും നിങ്ങളുടെ താൽക്കാലികമായ വോട്ട്
വോട്ടിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒറ്റിക്കൊടുക്കുകയാണ്, കൂട്ടിക്കൊടുക്കുകയാണ്. സംഘപരിവാറിന്റെ അഡ്വക്കസിയാണ് നിങ്ങൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഗുണഭോക്താക്കൾ, ഒന്നാമത്തെയും അവസാനത്തെയും ഗുണഭോക്താക്കൾ സംഘപരിവാറിന്റെ ആലകളായിരിക്കും, സംഘപരിവാറിന്റെ ഇല്ലങ്ങളായിരിക്കും, സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളായിരിക്കും. ഇതറിയാത്തവരല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ബോധപൂർവം ഈ ഒരു ബാധയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചോ എന്ന് തോന്നുമാറാണ് സമീപകാലങ്ങളിൽ അവരെ ചെയ്തികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, എല്ലാത്തിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പദപ്രയോഗം തന്നെ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളം കാണുന്ന ഏറ്റവും വലിയ തമാശയായി ഈ പ്രയോഗം മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കേസിൽ പെട്രോൾ പമ്പ് വിവാദത്തിൽ PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ട വിവാദത്തിലല്ലാത്ത എല്ലാ വിവാദത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് ഇതുവരെ അച്ചടിച്ചു വന്ന ഏറ്റവും പ്രസിദ്ധമായ ലിപി. തലക്കെട്ടെന്ന് പറയുന്നത് ഈ എല്ലാത്തിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന നരേഷൻ ഉണ്ടാക്കുമ്പോൾ അത് എവിടെയാണ് കൊള്ളുക, അത് ആർക്കാണ് ഉപകാരപ്പെടുക, അതെന്ത് നേട്ടമാണ് ഉണ്ടാക്കുക? നിങ്ങൾക്ക് താൽക്കാലികമായി ചില വോട്ടുകൾ കിട്ടിയേക്കാം, ചില സീറ്റുകൾ നിങ്ങൾക്ക് വോട്ടുകളോ സീറ്റുകളോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം, ചില പിന്തുണകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗത്തു നിന്നല്ലാതെ ചില ആലിംഗനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മലപ്പുറം കള്ളക്കടത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും കേന്ദ്രമാണെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ക്യൂ നിന്നവരാരാൻ? ഒരു ABC ചാനൽ, മറുനാടൻ ചാനൽ പോലെയുള്ള സംവിധാനങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ എല്ലാ സമയത്തും 24/7 വിഷലിപ്തമായ വർഗീയത മാത്രം പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി വക്കാലത്ത് പിടിക്കുന്ന, അതിനുവേണ്ടി കേസ് വാദിക്കുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളെല്ലാം ക്യൂ നിന്ന് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ കണ്ടതാണ്. കാരണം എന്താണ്? അവരുടെ ജോലി 10 മടങ്ങ് വേഗത്തിൽ എളുപ്പത്തിലാക്കാൻ ഈ ഇന്റർവ്യൂ കൊണ്ട് സാധിച്ചു വന്നാണ്. കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളം സംഘപരിവാറിന് തീരെഴുതി കൊടുക്കാനുള്ള കളമൊരുക്കുന്ന പ്രക്രിയയിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ അലയൻസും NDA അലയൻസും തമ്മിൽ മത്സരിച്ചപ്പോ ജനാധിപത്യ വിശ്വാസികൾ, മതേതര കക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ എന്തൊക്കെ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും ഫാസിസത്തിനെതിരെ ഇന്ത്യ മുന്നണിയുടെ വിജയം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് വേണ്ടി നിലകൊണ്ട ആളുകൾ, ആ സമയങ്ങളിലെല്ലാം ഇന്ത്യ രാജ്യം ഉത്തർപ്രദേശ് അടക്കം അവിടുത്തെ ജനങ്ങളെല്ലാം അതിന്റെ കൂടെ നിന്നപ്പോ കേരളത്തിൽ അതിന്റെ ലാഞ്ചനക്ക് വിരുദ്ധമായി, അതിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായി, അതിന്റെ ചെയ്തികൾക്ക് വിരുദ്ധമായി ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആ അടയാളങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് എന്ന് പിൽക്കാലത്ത് പുറത്തു വന്നതാണ്. പൂരം കലക്കിയത് മുന്നേ, അതുപോലെ തന്നെ സർക്കാരിന്റെ വക്കാലത്തുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി നേരിട്ട് സംസാരിച്ചത് മുതൽ തുടങ്ങിയ ഒരുപാട് ഡീലുകളുടെ കഥകളാണ് പുറത്തു വന്നത്. പക്ഷേ പറഞ്ഞത് എന്താണ്? പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും പറയുന്നത് കേരളത്തിൽ പൂരം കലക്കിയതിന്റെ പിന്നിലും അതുപോലെ തന്നെ ADGP വിവാദമാക്കിയതിന്റെ പിന്നിലും ആ വിഷയം വിവാദമാക്കിയതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട് വന്നതാണ്. ആ റിപ്പോർട്ടിൽ എന്ത്? ആനകൾക്ക് പട്ട കൊടുത്തില്ല എന്നാണ്. തീറ്റ കൊടുക്കാൻ വൈകി, അതൊരു പോരായ്മയാണ്. പട്ട കൊടുക്കാൻ വൈകിയതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് റോളാണുള്ളത്? അതുപോലെ തന്നെ നമുക്കറിയാം, പൂരം നടത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ തറവാടക നൽകിയിട്ടാണ് പൂരം നടത്തേണ്ടത്. തറവാടക നൽകിയില്ല എന്നാണ് ഒരു പ്രശ്നമായി പറയുന്നത്. ആ മൈതാനിക്ക് തറവാടക നൽകേണ്ട ഉത്തരവാദിത്തം എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ വന്നു ചേരുക? പിന്നെ അവിടുത്തെ MP ആയി ജയിച്ചു വന്ന ഒരു BJPയുടെ സ്ഥാനാർത്ഥി ആംബുലൻസിൽ വന്നു വന്നാണ്. അങ്ങനെ ആ സീനാകെ മൊത്തം അവിടെ അദ്ദേഹം പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റുകയും അതിനുള്ള സൗകര്യം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുകയും അതിന്റെ പിന്നിൽ ADGPക്ക് പങ്കുണ്ട് എന്നെല്ലാം പുറത്തു വന്ന കഥകളാണ്, പുറത്തു വന്ന വസ്തുതകളാണ്. ആംബുലൻസ് വന്ന ഇപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് മാത്രമല്ല, അതൊരു ലഹരിയാണ്. കാരണം സംഘപരിവാർ
സംഘപരിവാറിന്റെ വിഷലിപ്തമായ അജണ്ടകളിൽ ആരെങ്കിലും മുങ്ങിത്താഴ്ന്നാൽ പഴയകാല നന്മകളൊന്നും ഓർമ്മ വരാത്ത ഒരവസ്ഥയും ഒരസുഖവും അവർക്കുണ്ടാകും. അതിന്റെ ഭാഗമാണ് ഞാൻ ആംബുലൻസിൽ വന്നോ വണ്ടിയിൽ വന്നോ എന്നെനിക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്ന് ആ സീൻ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സൗകര്യമൊരുക്കിയതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് റോളാണുള്ളത്? പിന്നെ ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവികളെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP കണ്ട് സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ പിന്നിൽ എന്ത് റോളാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരാണ്, ഈ വിവാദം ഉന്നയിക്കുന്നവരാണ്, ഈ വ്യാജാരോപണങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിഘോഷിക്കുന്നവരാണ്. അവർക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഇത് വ്യക്തമാക്കേണ്ടത് സമീപകാലങ്ങളിൽ അവർ സ്വീകരിച്ച ഒരു സാമൂഹ്യ സംഘാടനത്തിന്റെ ശൈലിയുണ്ട്. ശൈലി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗങ്ങളെ നാട്ടക്കുറിയായി പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ഇസ്ലാമോഫോബിയ പരത്തുക, അങ്ങനെ ഇസ്ലാമിനും മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ പരത്തുക. അതിൽ നിന്ന് ചില സമൂഹങ്ങളുടെ കൺസോൾഡേറ്റ് ചെയ്ത വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നവർ വിചാരിക്കുന്നു. പക്ഷേ അത് ആത്യന്തികമായി വീഴുന്ന പെട്ടികൾ നിങ്ങളുടെ പെട്ടികളല്ല, നിങ്ങളുടെ ചിഹ്നങ്ങളിലല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥികളിലല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതിന്റെ ലാഭം കൊയ്തെടുത്തു പോകുന്നവർ ഡൽഹിയിലെ സംഘപരിവാറിന്റെ സിംഹാസനത്തെ താങ്ങി നിർത്തുന്നവരായിരിക്കും എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതാണ്. അതില്ലാതെ നിങ്ങൾ ഈ പരത്തുന്ന ഇസ്ലാമോഫോബിയ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ല അവർ പറയുന്നത്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല അവർ പറയുന്നത്, അവരുടെ ആശയങ്ങൾ, ചിന്താഗതികൾ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ അവർ ആക്രമിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണല്ലോ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ തട്ടമഴിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനം കാരണമാണെന്ന് അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി മെമ്പർക്ക് പരസ്യമായി പ്രസംഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അത് തട്ടം ഒഴിവാക്കുക, ഇസ്ലാമിക ചിഹ്നങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, ഇസ്ലാമിക സമൂഹവുമായി, മുസ്ലിം സമൂഹവുമായി, സമുദായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ അതിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു നാട്ടക്കുറിയായി പ്രതിഷ്ഠിച്ച് ഇസ്ലാം പേടി ഉൽപ്പാദിപ്പിച്ച് ആ പേടിയിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് ഈ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പ്രചാരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏറ്റവും അപകടകരമായ, അത്യന്തം വഷളായ, വർഗീയവും വിഷലിപ്തവുമായ ഒരു സമൂഹ നിർമ്മിതിക്ക് സഹായിക്കുന്ന ഒരു രൂപരേഖയാണ് ഇവർ പുറത്തെടുക്കുന്നത്. അതിനോട് നോ എന്ന് പറയാൻ കേരളത്തിൽ സൗഹൃദം പുലരാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിൽ വർഗീയത വിഷലിപ്തമായ അജണ്ടകൾ പാസ്സാവരുതെന്ന് വിശ്വസിക്കുന്ന, അവർ ജയിച്ചു കയറരുതെന്ന് മനസാക്ഷിയുള്ള എല്ലാ ജനങ്ങളുടെയും ബാധ്യതയായി ഏറ്റെടുക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയാണ് പറയുന്നത് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന വാദം ഉന്നയിക്കുകയാണ്. കേരളം മിനി പാകിസ്ഥാൻ എന്ന വാദം ഉന്നയിക്കുകയാണ്. കാരണം എന്താണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന MP-മാരെല്ലാം വർഗീയവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ്. ഇതാരാണ് ആദ്യം പറഞ്ഞത്? ഇത് BJP-കാരല്ല, സംഘപരിവാറിന്റെ ഏതെങ്കിലും മന്ത്രിയല്ല. ഇതാദ്യം പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ഒരു നേതാവാണ്. ആ നേതാവ് പറഞ്ഞ പ്രസ്താവന നേരം വെളുക്കുമ്പോഴേക്കും സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളില്, സംഘപരിവാറിന് കുഴലൂടുത്ത് നടത്തുന്ന ദേശീയ മാധ്യമങ്ങളിൽ വലതുപക്ഷ ആഖ്യാനങ്ങൾ വളരെ വേഗത്തിൽ പടച്ചുവിടുന്ന സംവിധാനങ്ങളിലൊട്ടാകെ കറങ്ങിത്തിരികയാണ്. ആ കറങ്ങിത്തിരിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. അത് പച്ചക്കള്ളമാണ്, വ്യാജമാണ്, കേരളത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നൊക്കെ ഇപ്പോൾ അലറി വിളിച്ചിട്ട് എന്താണ് കാര്യം? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞതാണ്, നിങ്ങൾ പോകുന്നത് അത്യന്തം അപകടകരമായ ഒരു ഗർത്തത്തിലേക്കാണ്. നിങ്ങൾക്കതറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയും. അതുകൊണ്ട് നിങ്ങളെ കൈന് പിടിക്കാൻ, ശക്തിയായി നിങ്ങളെ തടയാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചതാണ്. പക്ഷെ കുതറി മാറി നിങ്ങൾ വീടുപോയത് മഹാഗർത്തത്തിലേക്കാണ്. വിഷത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ആഴം കണ്ട കിണറുകളിലേക്ക് നിങ്ങൾ വീടുപോയിട്ട് അതിൻ്റെ അകത്തു നിന്ന് നിലവിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ മനസാക്ഷിയുള്ള മനുഷ്യരാരും തയ്യാറാവാത്ത അത്രയും മതപതിച്ചു പോയ ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ,
പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ചാൻസ് ഉണ്ട്. പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പിരന്ന് അതിനോട് മലപ്പുറത്തെ ജനങ്ങളോട്, മുസ്ലിം സമൂഹത്തോട്, അതുപോലെ തന്നെ നിങ്ങൾ ഭീകരവൽക്കരിച്ച വർഗീയവൽക്കരിച്ച സംഘങ്ങളോട്, നേതാക്കളോട്, സംവിധാനങ്ങളോട്, അതിന്റെ ചിഹ്നങ്ങളോടെല്ലാം മാപ്പ് പറഞ്ഞ് മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞ് തിരിച്ചു കയറേണ്ട സമയം ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് സ്വീകരിക്കാൻ ഇനിയും മനസാക്ഷിയുള്ളവർ കേരളത്തിൽ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തിന് പുറത്തുള്ള മന്ത്രിമാർ, BJPയുടെ നേതാക്കന്മാരെല്ലാം കേരളത്തെ ആക്ഷേപിക്കാൻ നിങ്ങൾ വർഗീയവാദികളുടെ വോട്ട് വാങ്ങി കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞപ്പോ കേരളം മുഴുവൻ വർഗീയവാദികളുടെ നാടാണെന്ന് പറയാൻ BJPയുടെ നേതാക്കന്മാർക്ക് ലൈസൻസ് കൊടുത്തതാരാണ്? അവർക്ക് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതാരാണ്? അവർക്ക് ആവശ്യമായ തിരക്കഥ നിർമ്മിച്ചു കൊടുത്തതാരാണ്? അവർക്ക് ആവശ്യമായ മരുന്ന് ഫാക്ടറി നിർമ്മിച്ചതാരാണ്? സ്വയം നിങ്ങൾ ആത്മപരിശോധന നടത്തുക, വിചാരണ ചെയ്യുക, തിരുത്താൻ നിങ്ങൾ സന്നദ്ധമാവുക എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമൂഹത്തിലെ സൗഹാർദ്ദത്തിന് വലിയ വില നൽകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ത്യാഗം സഹിക്കണമെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ്. 1992 രാജ്യം മുഴുവൻ കത്തിയാടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മനസാക്ഷിക്ക്, ആ മുസ്ലിം സമൂഹത്തിന്റെ മനസാക്ഷിക്ക് ആഴത്തിൽ മുറിവേറ്റൊരു സന്ദർഭമുണ്ടായിരുന്നു. അന്ന് മുസ്ലിം സമൂഹത്തിന്റെയും വ്യത്യസ്ത സമുദായങ്ങളുടെയും പ്രതിനിധികളെ വെച്ച് സമാധാനത്തിന്റെ തൂവൽ കൈമാറിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിൽ അനുഭവവേദ്യമായ ഒരു സംഘമാണ്, സമൂഹമാണ്, ഒരു പ്രവർത്തക സമൂഹം. നിങ്ങൾക്ക് അനുഭവവേദ്യമായ പ്രവർത്തക സമൂഹം ഇസ്ലാമിക പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ നാടുകളിലേക്ക് പോകുക. ഈ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തകരെ നിങ്ങൾ കണ്ടുമുട്ടുക. അവർ വർഗീയവാദികളാണോ? സത്യസന്ധമായി അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുക. നിങ്ങൾക്ക് താമസിക്കാൻ വീടില്ല എങ്കിൽ ചോർന്നലിക്കുന്ന വീടിന്റെ താഴെയാണ്, മേൽക്കൂരയുടെ താഴെയാണ് നിങ്ങൾ അന്തിയുറങ്ങുന്നെങ്കിൽ, നല്ലൊരു വെയിലറിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധ്യമല്ലാത്ത വെയിൽ നിങ്ങളുടെ കിടപ്പറയിലേക്ക് അടിച്ചു വീശുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുരക്ഷയുമില്ലാത്ത ഒരു വീടാണ് നിങ്ങളുടെ വീടെങ്കിൽ, ആ വീടിന് മേൽക്കൂരയൊരുക്കാൻ, സ്വന്തം വീടിനെ പോലെ അതിനെ ചേർത്ത് പിടിക്കാൻ ആ നാട്ടിലൊരു ജനവിഭാഗം ആളുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ഈ പ്രസ്ഥാനത്തെ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യരെ അവരെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഡിസംബർ ജനുവരി മാസമാണ്. തണുപ്പ് കാരണം -5, 6, 7 ഡിഗ്രി തണുപ്പ് കാരണം ഹൃദയം ഫ്രീസായി മരിച്ചു പോകുന്ന ആളുകൾ ഉത്തരേന്ത്യയുടെ ഫുട്പാത്തുകളിലുണ്ട്. രാത്രി കിടന്നുറങ്ങിയ മനുഷ്യർ രാവിലെ എഴുന്നേൽക്കാറില്ല. അവർക്ക് വീട് ആവശ്യമില്ല, അവർക്ക് തറവാടുകൾ ആവശ്യമില്ല, രമ്യഹർമ്മങ്ങൾ ആവശ്യമില്ല, ഒരു ബ്ലാങ്കറ്റ് മതി. ആ ബ്ലാങ്കറ്റുമായി ഫുട്പാത്തിൽ കിടക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഈ പ്രസ്ഥാനം സന്നദ്ധമായിട്ടുണ്ട്. അതിന്റെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, അതിന്റെ സംവിധാനങ്ങളെ, അതിന്റെ സ്ഥാപനങ്ങളെ, അതിന്റെ മാധ്യമ സ്ഥാപനങ്ങളെ, അതിന്റെ എല്ലാത്തിനെയും നിങ്ങൾ നിരീക്ഷിക്കുക. സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, സഹവർത്തിത്വത്തിന് വേണ്ടി എന്നും നിലകൊള്ളുന്നവരാണ്. അതിനുവേണ്ടി എന്നും നിലയുറപ്പിച്ചവരാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സർവ്വതും മറന്ന് മുന്നിട്ടിറങ്ങിയവരാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ നെറികേടുകൾക്കെതിരെ മുന്നും മിന്നും നോക്കാതെ മുദ്രാവാക്യം വിളിച്ചവരാണ്, പ്രതിഷേധിച്ചവരാണ്. നന്മയും നേരും നീതിയും സ്ഥാപിക്കുവാൻ വേണ്ടി രാജ്യത്ത് അതിന്റെ നന്മയുടെയും നേരിന്റെയും നീതിയുടെയും കാവലാളുകളാവാൻ പരിശ്രമിച്ചവരാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പണം വായ്പ വാങ്ങാൻ അല്ലെങ്കിൽ കടം വാങ്ങാൻ ബാങ്കുകളെയും അതുപോലെ തന്നെ ബ്ലേഡ് പലിശക്കാരെയും ആശ്രയിച്ച് പലിശ കൊണ്ട് മുടിഞ്ഞുപോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് പലിശരഹിത വായ്പകളുടെ സംവിധാനമൊരുക്കി അവർക്ക് ജീവിക്കാനുള്ള സ്വപ്നവും കിനാവും പകർന്നു നൽകിയവരാണ്. ഇങ്ങനെ അനേകം ജനസേവന പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയമായ ശരികൾ, മുദ്രാവാക്യങ്ങൾ, അതുപോലെ തന്നെ ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ച ആഴത്തിലുള്ള ദർശനത്തിനെ പ്രതിനിധീകരിക്കുന്നവർ, സർവോപരി ദൈവികമായ ആദർശത്തെ പ്രബോധനം ചെയ്യുന്ന മനുഷ്യർ. ഈ മനുഷ്യരെ നിങ്ങൾ അനുഭവിച്ചറിയുക. നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ലാഞ്ചനകൾ അവരുടെ പ്രവർത്തനത്തിൽ ഇല്ല എന്ന് ബോധ്യമാവും. പിന്നീട് നിങ്ങൾ എന്തിനാണ് ഇത് പ്രചരിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് പോലും നേട്ടമില്ലാത്ത ഈ ജനതയും സമൂഹത്തെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെയും
എല്ലാവരെയും ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന ഒരു നാടയാണ് നിങ്ങൾ മുറിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ച് ക്ലോസ് ചെയ്താലല്ലാതെ, അത് അവസാനിപ്പിച്ചാലല്ലാതെ, അതിന് ഷട്ട് ഡൗൺ ചെയ്താലല്ലാതെ കേരളം ശരിയായ രീതിയിലേക്ക് തിരിച്ചു വരുന്ന പ്രയാണത്തിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുവഹിക്കാനില്ലാതെ മാറി നിന്ന് സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് സ്വന്തം മണികൾ ഒഴുകുന്നത് കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരും. അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വോട്ടുകൾ എവിടെയാണ് ചോർന്നത് എന്ന് പഠിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, ആ വോട്ടുകളെല്ലാം പോയത് വേറെ ഒരു മതേതര കക്ഷിയിലേക്കോ പാർട്ടിയിലേക്കോ അല്ല, വിഷലിപ്തമായ ഒരു അജണ്ടയുടെ ഭാഗമായി ഒഴുകിപ്പോയിരിക്കുകയാണ്. കാരണം നിങ്ങൾ വീര്യം കുറഞ്ഞത് പറയുമ്പോൾ ഏറ്റവും വീര്യം കൂടിയത് ഏതാണ് എന്ന് അനുയായികൾ ശ്രദ്ധിക്കുകയാണ്. ഒരു നേതാവിന്റെ മകൻ ഒരു കേസിൽ പിടിച്ചപ്പോ ആ നേതാവ് പറയുന്നത്, അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കെതിരെ യഥാർത്ഥത്തിൽ മതത്തിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ മുതിർന്ന നേതാക്കന്മാർ വരെ തയ്യാറാകുമ്പോൾ സാധാരണ അനുയായിയുടെ രക്തക്കുഴലുകളിൽ എത്രമാത്രം വിഷലിപ്തമായ അജണ്ടകൾ നിറഞ്ഞു കഴിഞ്ഞു എന്നൊരു ആത്മപരിശോധന നടത്തി തിരുത്താൻ നമ്മൾ സന്നദ്ധരാവുക. ഇസ്ലാമിക പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, നിങ്ങൾക്കതിനെ അട്ടിയകറ്റാം, നിങ്ങൾക്കതിനെ അപരവൽക്കരിക്കാം, നിങ്ങൾക്കതിനെ മാറ്റി നിർത്താം, നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാം. പക്ഷെ സത്യസന്ധമായ ഒരു സാമൂഹ്യ നിർമ്മാണത്തിനാണ് നിങ്ങൾ ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ, സത്യസന്ധമായ ഒരു രാഷ്ട്രീയം പുലരണമെന്ന് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, സത്യസന്ധമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഈ നാട്ടിൽ പുലരണമെന്ന് നിങ്ങളുടെ കിനാവിന് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സത്യസന്ധമായ നീതി നിർവഹണത്തിന്റെ ഒരു രാജവീതി ഒരുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ മാറ്റി നിർത്താൻ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അതിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ, അതിന്റെ പ്രവർത്തന പാത നിങ്ങൾ എണ്ണി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് കഴിയില്ല. അതിനെ ചേർത്ത് പിടിക്കാതെ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനിയും നിങ്ങൾക്കതിനെ മാറ്റി നിർത്താം, നിങ്ങൾക്കതിനെ അകറ്റി നിർത്താം, നിങ്ങൾക്കതിനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കാം. പക്ഷേ നിങ്ങളൊരു ഗ്യാരണ്ടി നൽകണം, ഈ സമൂഹത്തില് സാമുദായിക സൗഹാർദ്ദത്തെയും സഹവർത്തിത്വത്തെയും മാനവികതയും അതുപോലെ തന്നെ ഇവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിയും നന്മയും നേരും പുലരുന്ന ഒരു ജനസമൂഹത്തിനുള്ള നിർമ്മാണം ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല എന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിലെ വിവാദങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വിഷം തേണ്ടിയ ആളുകൾ, അതുപോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെല്ലാം വിശ്രമിച്ച് ഉമ്മറത്ത് കാലും നിട്ടിരിക്കുകയും അവരുടെ അടുത്തേക്ക് ഒരു അധ്വാനവും ഇല്ലാതെ, ഒരു ജോലിയും ഇല്ലാതെ, ഒരാളോട് സംസാരിക്കാതെ അവർക്കാവശ്യമായ വരുമാനങ്ങൾ അവരെ പത്തായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃഷി ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അവർക്ക് ആവശ്യമായ കൃഷി ഒരുക്കുകയും നിലമൊരുക്കുകയും വിളവെടുക്കുകയും ആ വിളവ് മുഴുവൻ അവരുടെ പത്തായങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയതാരാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് തിരുത്താൻ സന്നദ്ധമാവുക. ഇസ്ലാമിക പ്രസ്ഥാനം ഗുണകാംക്ഷയോടുകൂടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് എന്നും സംവദിച്ചിട്ടുള്ളത്. വെറുപ്പോ വിദ്വേഷമോ അതിന്റെ അടിസ്ഥാനമല്ല, അതുപോലെ തന്നെ വർഗീയതയോ അതുപോലെ ധ്രുവീകരണം അതിന്റെ അടിസ്ഥാനമല്ല. അത് ഈ സമൂഹത്തില് എന്നും സൗഹാർദ്ദം നിലനിൽക്കണമെന്നും സഹവർത്തിത്വമുള്ള സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായത്. ഇസ്ലാമിക പ്രസ്ഥാനം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു സമഗ്ര ആശയമാണ്, ആഴമുള്ള ഒരു ദർശനമാണ്, സൗന്ദര്യമുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്, ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ കൈക്ക് ചേർത്ത് പിടിക്കുന്ന ഒരാശയമാണ്. 57 കോടി ജനങ്ങൾ, 20 രൂപക്ക് താഴെ വരുമാനമുള്ള ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 3000 കോടി രൂപയുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയല്ല നിങ്ങളുടെ പട്ടിണി മാറ്റലാണ്, നിങ്ങൾക്ക് അന്നം നൽകലാണ്, നിവർന്നു നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്ക് നൽകലാണ്. ലോകത്ത് പീഡിതരായ മർദ്ദിതരായ ഏതൊക്കെ ജനവിഭാഗങ്ങളുണ്ടോ അവരുടെ മുഖം നോക്കാതെ, അവരുടെ രാഷ്ട്രം നോക്കാതെ, അവരുടെ സമുദായം നോക്കാതെ, അവരുടെ മതം നോക്കാതെ പീഡിതരെയും മർദ്ദിതരെയും ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ്. ഗസയിലെ, ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യർ അതിശൈത്യം കാരണം പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ 45,000 കുട്ടികൾ, അതുപോലെ തന്നെ 10,000 സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മനുഷ്യർ, അവരെയെല്ലാം കശാപ്പ് ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന നരനായാട്ടിന്റെ അപരനാമയമായ ഒരു രാജ്യത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന, സന്ധിയില്ലാതെ അതിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന, നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന
നിൽക്കുന്ന പ്രസ്ഥാനമാണ്. കേരളത്തിലും ഇനി ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തെവിടെയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെയും ആദർശത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ആശയപരമായി സംവദിക്കാൻ തയ്യാറാവുക. കാരണം നിങ്ങൾക്ക് ആശയമില്ല എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏതാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒരു കാലത്ത് പടപ്പാട്ട് പാടിയ, ഒരു കാലത്ത് വിപ്ലവത്തിന്റെ ഗാനങ്ങൾ ഇറങ്ങിയ, ഒരു കാലത്ത് വിപ്ലവത്തിന്റെ നാമ്പ് തുടങ്ങിയ, ഒരു കാലത്ത് വിപ്ലവത്തിന്റെ രാജപാതകൾ കീറിയ, അതുപോലെ തന്നെ ക്ഷുഭിത യൗവനങ്ങളുടെ നൊസ്റ്റാൾജിയ മാത്രം പറയാനുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ എവിടെ പോയി എന്ന് പരിശോധിക്കേണ്ടതാണ്. അവരെന്ന് പറയുന്നത് സദാചാരം നിങ്ങൾ തുലയട്ടെ, പ്രണയം പൂത്തുലയട്ടെ എന്ന് പറഞ്ഞ് ലിബറലിസത്തിന്റെ ആഖ്യാനങ്ങൾക്ക് ചുമരെഴുതുന്നവരായി, അതുപോലെ തന്നെ ലൈംഗിക ഉദാരവാദത്തിന്റെ പ്രയോഗ വക്താക്കളായി ക്യാമ്പസുകളിലും തെരുവുകളിലും പ്രതിനിധീകരിക്കുന്നവർ മാറുകയാണ്. അതുപോലെ തന്നെ വിഷയങ്ങളില്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി തെരുവിൽ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പുകളിലും അതുപോലെ തന്നെ ഏതെങ്കിലും കുടിവെള്ള പദ്ധതികളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന സ്മാരകങ്ങളായി യുവജന സംഘടനകൾ മാറിയ സന്ദർഭത്തിൽ അവർക്ക് ആശയങ്ങളില്ല. ശരിയായി പ്രതിനിധീകരിക്കാൻ വിപ്ലവം പേറുന്ന ആദർശങ്ങൾ അസ്തമിച്ചിട്ടുണ്ട്. അതിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉദാര ലൈംഗികവാദത്തെയും ലിബറലിസത്തെയും കുടുംബം തകർക്കുന്ന വാദത്തെയും നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്. നിങ്ങൾക്കൊരു കുടുംബ സങ്കല്പം ഉണ്ടെങ്കിൽ ആ കുടുംബ സങ്കല്പം കേരളത്തിലെ സമൂഹം മുഴുവൻ മതജാതി ഭേദമന്യേ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ ആണ് ഫാമിലി എന്ന് പറയുന്നത്. ആ വാല്യൂവിനെ തകർക്കുന്ന ചിന്താഗതികൾ, ആ വാല്യൂവിനെ തകർക്കുന്ന ആശയങ്ങൾ എല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെ, കുടുംബശ്രീകളിലൂടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ, അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകളിലൂടെ എല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ലിബറലിസം പോലെയുള്ള ആശയങ്ങളാണ്. മറുഭാഗത്തോ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. ലഹരികൾ വ്യാപകമായി മനുഷ്യർ, ചെറുപ്പക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ആശയവും കേരളത്തിൽ ശക്തിപ്പെട്ടതിന് ശേഷമാണ്. അത് കുടുംബത്തെ മാത്രമല്ല, വ്യക്തിയെയും കുടുംബ സങ്കല്പത്തെയും സമൂഹത്തിന്റെ ഭദ്രതയും തകർക്കുന്ന ആശയങ്ങളും ചിന്താഗതികളുമാണ് എന്ന് അറിയാതെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ആളുകളുടെ ആശയങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വന്തം ആശയം ചവക്കല്ലറയിൽ ആണിയടച്ചമർത്തി വെച്ച് നിങ്ങളിപ്പോൾ ഷർട്ടായി ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ വസ്ത്രമായി ചേർത്ത് പിടിക്കുന്നത്, നിങ്ങൾ മുദ്രാവാക്യമായി നിങ്ങളുടെ തൊണ്ടയിൽ മുഴുങ്ങിക്കേൾക്കുന്നതൊന്നും നിങ്ങളുടെ വിപ്ലവ മുദ്രാവാക്യങ്ങളല്ല. നിങ്ങളുടെ വിപ്ലവങ്ങളെയെല്ലാം കുഴിച്ചു മൂടുന്ന മുദ്രാവാക്യങ്ങളാണ്. എന്തുകൊണ്ട് നിങ്ങളെ ചെറുപ്പം അതിലേക്ക് പോയി? എന്തുകൊണ്ട് യുവാക്കളെ വഴിയെ പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ആശയത്തെ പ്രൊമോട്ട് ചെയ്തതാണ്. നിങ്ങൾ ഈ ആശയത്തെ നിങ്ങൾ പ്രതിനിധീകരിച്ചത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, വർഗീയതയുടെയും അതുപോലെ സാമുദായിക ധ്രുവീകരണത്തിന്റെയും അജണ്ടകളെ ഒട്ടും നിങ്ങൾ വിലവെക്കാതെ പ്രൊമോട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്തരം ആശയങ്ങളിലേക്ക്, അജണ്ടകളിലേക്ക് പോയത്. ഒരു വിഷയം വന്നാൽ സോഷ്യൽ മീഡിയയിൽ, സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പോസ്റ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളുടെ വരികൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടുത്തെ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ അവിടെ എഴുതിയ പോസ്റ്ററുകളുടെ മാറ്ററുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള ട്രോളുകളുടെ രീതി നിങ്ങൾ പഠിച്ചു നോക്കുക. ഏതാണ് സംഘപരിവാർ, ഏതാണ് സഖാക്കൾ എന്നറിയാത്ത വിധം അത് അങ്ങനെ കൂടിക്കലർന്ന് അങ്ങനെ മെർജായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് വേർതിരിക്കാൻ നിങ്ങൾ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. നിങ്ങളുടെ അടിയാധാരം ഒലിച്ചു പോകുന്ന, അത് പിന്നിക്കിറി നശിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സ്വയം നിങ്ങൾ നടന്നെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ അവസാനത്തെ അവസരം കേരളീയ സമൂഹം പല സന്ദർഭങ്ങളിലായി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡ് സിഗ്നലായി മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് തിരിച്ചു വന്ന് ഒരുമിച്ച് കേരളത്തിന്റെ സൗഹാർദ്ദത്തെക്കുറിച്ച്, കേരള സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച്, കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഉദാര ലൈംഗികതയെ ചെറുക്കുന്നതിനെ കുറിച്ചെല്ലാം ഒരുമിച്ചും ഒന്നിച്ചും പറയാൻ നമുക്ക് ധാരാളം കഴിയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങളുമായി സഹകരിച്ചതിന്റെ ആശയ അടിത്തറ എന്താണ്? നിങ്ങളുടെ അടുപ്പമല്ല, നിങ്ങളുടെ ആശയത്തിനടുപ്പമല്ല, നിങ്ങൾ ആശയത്തെ അനുകൂലിച്ചതല്ല. സാമ്രാജ്യത്വ വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയുമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളുമായി സഹകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനമായി ഞങ്ങൾ പറഞ്ഞിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നയവും മാറിയിട്ടില്ല. ഈ രണ്ട് പോളിസിയും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. നിങ്ങളുടെ നയം മാറിയോ എന്ന് വ്യക്തമാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട്
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് നഗത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് മൂല്യമാണ് പ്രൊമോട്ട് ചെയ്യാനുള്ളത് എന്ന് ഉറച്ച് ബോധ്യമായി അതിനെ ശരിയായ രീതിയിൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ, അതിനെ ശരിയായ രീതിയിൽ ആളുകളിലേക്ക് തിരിച്ചുവിടാൻ സന്നദ്ധമാവുന്ന പ്രക്രിയക്ക് നിങ്ങൾ തുടക്കം കുറിക്കണം. ഇല്ല എങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ ഭരണകൂടവും അവസാനത്തെ സർക്കാരും അവസാനത്തെ ഭരണാധികാരിയുമായി ചരിത്രം നിങ്ങളെ വിലയിരുത്തും. നിങ്ങൾക്ക് എവിടെയും അഡ്രസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുമെന്ന് ഗുണകാംക്ഷപൂർവ്വം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ എത്ര അടച്ചാക്ഷേപിച്ചാലും, നിങ്ങൾ ഭീകരമുദ്ര കുത്തിയാലും, നിങ്ങൾ വർഗീയവൽക്കരിച്ചാലും, തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തിയാലും ശരി, അനേകം മനുഷ്യരുടെ മുന്നിൽ, അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, അനേകം മനുഷ്യരുടെ ജീവിതത്തിന്റെ പന്താവിൽ, അനേകം മനുഷ്യർക്ക് നിവർന്നു നിൽക്കാൻ ശേഷി നൽകിയ കർമ്മവീതിയിൽ എന്നും ഉയർന്ന നാമമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നാമം. അവരുടെ ഹൃദയത്തെ തുടച്ചു മാറ്റാൻ, അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് അതിനെ പിഴുതെറിയാൻ, അവരുടെ ജീവിതത്തിന്റെ പാന്താവിൽ നിന്ന് അതിനെ തട്ടിമാറ്റാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. അത് അവരുടെ ജീവിതത്തെ അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ജനസമൂഹമാണ്, സംഘമാണ്, പ്രവർത്തനമാണ്, പ്രവർത്തന പദമാണ്. അതിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സത്യസന്ധമായി വായിക്കുക, പഠിക്കുക, സാധ്യമാകുമെങ്കിൽ ചേർന്ന് നിൽക്കുക. ജഗന്യന്താവ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.